ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും താജ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് പിസ്സ കട്ട്ലറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി നോക്കണത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്നും കൂടെ വഴറ്റി കൊടുക്കാം. ചിക്കൻ പീസുകൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. മിക്സിയിലിട്ട് പൊടിക്കണമെന്നില്ല, ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുത്ത് അടർത്തിയെടുത്താൽ മതി. ചിക്കൻ്റെ തുടയിലെ പീസോ അതല്ലെന്നുണ്ടെങ്കിൽ കാലിലത്തെ പീസ് നമ്മൾ എല്ലില്ലാണ്ട് എടുക്കുമല്ലോ, അതല്ലെങ്കിൽ ബ്രസ്റ്റ് പീസോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വേവിച്ചിട്ട് എല്ലിൽ നിന്ന് അടർത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 500 ഗ്രാം ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ക്യാപ്സിക്കം അല്ലേ പച്ച, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോണം തന്നെ റെഡ് ഉണ്ടെങ്കിൽ റെഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, പിന്നെ ഒലീവ്സ്, കുറച്ച് ജാലപ്പീനോ അതും കൂടെ ചേർക്കാം. എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ക്യാപ്സിക്കം റെഡ് ആയാലും ഗ്രീൻ ആയാലും, റെഡ് ഉണ്ടെങ്കിൽ റെഡ് ചേർക്കുക, അല്ലെങ്കിൽ ഗ്രീൻ മാത്രം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ചെറിയ പീസ് എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഒലീവ്സും ഒക്കെ നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അപ്പോഴാണല്ലോ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയില്ലേ, ഒരു സവാളയൊന്നും മുഴുവൻ എടുക്കരുത്, ഒരു മീഡിയം സൈസ് സവാളയുടെ 1/4 പോർഷൻ മതി കേട്ടോ പീസാക്കിയിട്ടത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തക്കാളിയുടെ പകുതി, അതിൻ്റെ ഉള്ളിലെ കഴമ്പൊക്കെ കളഞ്ഞിട്ട് അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതൊന്നും ഇങ്ങനെ വഴണ്ട് വരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാവരും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വരുമ്പോൾ നമ്മുടെ പിസ്സ മിക്സ് ഇല്ലേ, അത് റെഡി ആയിട്ട് വരും. അപ്പോൾ തീ നമുക്ക് വളരെ കുറച്ച് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എല്ലാം കൂടി ഇത് മിക്സാക്കി എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. മിക്സായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് 1/2 കിലോ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പീസ് ചെയ്തിട്ട് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം കേട്ടോ. ഇനി പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പീഡാക്കി കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് അധികം മിക്സ് ആക്കണ്ട, സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിലോ വെച്ചിട്ടോ നമുക്ക് മിക്സ് ആക്കാം കേട്ടോ. കൈ കൊണ്ട് അധികം അങ്ങോട്ട് മിക്സാക്കി വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതിങ്ങനെ ലൂസായി പോവേ, അപ്പോൾ കയ്യിൻ്റെ ചൂട് തട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് സ്പാച്ചിലോ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ആദ്യം ഇങ്ങോട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മതിയേ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ആദ്യം ഇതൊന്ന് ഇങ്ങനെ ബോളാക്കുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഇതേപോലെ പരത്തിയെടുത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാവരും നിറച്ചെടുക്കാം കേട്ടോ. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ കട്ട്ലറ്റ് അല്ലേ, അത് ജസ്റ്റ് നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തതിൽ ഒന്ന്
നമുക്ക് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഈ കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. പിസ്സയും കട്ട്ലറ്റും രണ്ടും കൂടി മിക്സായിട്ട് എടുത്തിട്ടുള്ള ആളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലാകുമ്പോൾ നമ്മൾ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ഇടരുതിട്ട. ഉരുളക്കിഴങ്ങാണ്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് 2 തവി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്, എണ്ണ തെറിച്ച് പോകും. അപ്പോൾ 2 സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റേ വശം വെന്ത് വരുമ്പോൾ നമുക്ക് വളരെ പതുക്കെ അതിങ്ങോട്ട് കോരിയെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള പിസ്സ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവുമല്ലോ അല്ലേ. കട്ട്ലറ്റോ അതും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരാളാട്ടോ അത് പിസ്സ കട്ട്ലറ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.